CSI Christ Tamil Church, Chalapuram, is situated at Pullachiveedu Paramba, Chalapuram Road, with a land extent of 100 cents. In the 18th century, this land was owned by the Madras Mission Trust. The trust did missionary work at Calicut. In the campus those days, there was one chapel with wooden reapered walls and one wooden post bell tower, one mission house, one tiled roof hall, one twin house line, and two entrances with arches or padipura at the east and west. In the beginning of the 19th century, the tiled roofed hall was rented to the Chalapuram Registrar Office. Earlier, in the 19th century, the Madras Mission Trust handed over the missionary work with property to the Basel Evangelical Mission. The BEM started Malayalam worship service at Chalapuram under Reverend Mark Karunakaran, and the church was very active for a good period. Thereafter, the church merged with the Church of South India in 1947, and the property of BEM was registered and handed over to the CSI Trust Association in 1963. For a period, the chapel was given to the Lutheran Church for conducting worship and later vacated. The premises, which was leased to the government to be used as the registrar's office, later landed in trouble. In the 1980s, the CSITA had to undertake protests to reclaim the premises from the government. 1980 കാലഘട്ടത്തിലാണ് ഈ സ്ഥലം, ഇവിടെ പള്ളി നിൽക്കുന്ന ഈ സ്ഥലം ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് ഗവൺമെൻറ് അത് പിടിച്ചെടുക്കാനുള്ള എല്ലാ നടപടികളും നീക്കി. അപ്പോൾ അത് അക്വയർ ചെയ്ത് പോകുന്നുള്ള ഘട്ടത്തിലാണ് സഭാംഗങ്ങളായി ഞങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു, പുനരുദ്ധാരണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന. ആ സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ആയിരുന്നു ഉണ്ണിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈയിടെ മരണപ്പെട്ട അദ്ദേഹം ആണ്. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശമൊക്കെ തന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ ഒരു സമരം ചെയ്യാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ 2 സ്ത്രീകൾ മാത്രമേ സമരത്തിലുണ്ടായിട്ടുള്ളൂ. ഒരു എഡ്വിൻ ഭാസ്കർ പറമ്പത്ത് എന്ന് അറിഞ്ഞിട്ടില്ലേ, അദ്ദേഹം ഇവിടെ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അയാളുടെ പത്നി നെല്ലിയാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രേസ് ലാംബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറും അവരൊന്നും ജീവിച്ചിരിപ്പുണ്ട്. ഗ്രേസ് ലാംബർട്ട്, മറ്റവരാരും ഇല്ല. പിന്നെ കത്തിരൽപ്പള്ളിയിലെ സോളമൻ ശ്രീനിവാസൻ, ഇങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ഗ്രേസ് ലാംബർട്ട്, വിഞ്ചേട്ടൻ ഉണ്ടായിരുന്നു, സാമുവൽ മത്തഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ക്രിസ്ത്യൻ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു KP സദാനന്ദൻ ഉണ്ടായിരുന്നു, മഠത്തിൽ ഗോഡിയേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഫറൂഖ് സഭയിൽ ഇപ്പോഴുള്ള ഫറൂഖിലുള്ള ഒരു അജിമാഷ് ഉണ്ട്, അയാളുടെ അച്ഛൻ ഫറൂഖ് എന്ന അദ്ദേഹവും ഞങ്ങളുടെ സമരത്തിന് പങ്കെടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സമരം ചെയ്തു. വിജയിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ സമരം 2 ദിവസം കഴിഞ്ഞപ്പോൾ ശക്തമായി പോലീസും നേരിടുന്നുള്ള നിലയിൽ ധാരാളം പോലീസൊക്കെ വന്ന് നിന്നു. പക്ഷേ 3-ാം ദിവസത്തെ സമരത്തിൽ വെച്ചപ്പോൾ അവർ പിന്മാറില്ല, അത് പള്ളീൻ്റെ സ്വത്താണെന്നുള്ളൊരു ബോധം ഗവൺമെൻറ്റിന് വന്ന് അങ്ങനെ ഗവൺമെൻറ് അടിവ് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആ രജിസ്റ്റർ ഓഫീസ് ഒരു ഇഷ്ടിക കൊണ്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ട് പുറമെ ഇഷ്ടിക, അപ്പോൾ ഉള്ളിൽ മാത്രമേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പടിപ്പുര കടന്നിട്ടായിരുന്നു വരേണ്ടത്. അപ്പോൾ പടിപ്പുര കടന്ന് വന്ന് ആ രജിസ്റ്റർ ഓഫീസിലെത്തി. അതിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. പള്ളിയിലുള്ള പാസനേജ് എന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ പള്ളിയിൽ അച്ഛന് താമസിക്കാനുള്ള ആ വീടും ഉണ്ടായിരുന്നു. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം രജിസ്റ്റർ ഓഫീസ് സാവധാനത്തിൽ ഇവിടുന്ന് ഹെഡ് പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ഹെഡ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് മാറ്റി സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തന്നു. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. ഇന്ന് ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അത്ഭുതം തോന്നുക. ഞങ്ങൾക്കിത് സമരം ചെയ്ത് നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു അഭിമാനം കൂടെ ഞങ്ങൾക്കുണ്ട്. Thereafter, CSI North Kerala Diocese extended the tiled roof hall and started one English medium school on 4th of January 1993 by the Right Reverend Dr. P.G. Kuruvilla, Bishop of North Kerala Diocese under Cathedral Pastorate, and Chairman Reverend Dr. Samuel Kudakkal. At those times, around 25 Tamil families from various parts of Tamil Nadu like Tuticorin, Tirunelveli and Virudhunagar
had settled and were doing business in and around Calicut city. Some of the families were members of CSI Cathedral Kozhikode, and they were attending Sunday worship in Malayalam. The Friends Missionary Prayer Band was a missionary organization doing Christian missionary work at the northern and eastern part of our nation. The organization had good supporters in Calicut, so they conducted prayer meetings at Calicut once in a month in Tamil language. The Tamil families regularly attended the prayer meetings. Tamil congregation was started with 25 Tamil-speaking families at Chalapuram Church on the 1st of October 1995 under the Cathedral Pastorate Kozhikode in the period of the chairman Reverend Godfrey Pumugam and Right Reverend Dr. P.G. Kuruvilla, Bishop of North Kerala Diocese. 40 കൊല്ലത്തിന് മുമ്പ് നമ്മളിവിടെ കോഴിക്കോട് വന്നതാണ്. ആ സമയത്തിൽ കത്തീഡ്രൽ പള്ളിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പൂമുഖച്ചൻ ഒരച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. മൂപ്പറാണ് പറഞ്ഞിങ്ങനെ ഒരു പള്ളി, ചാലപ്പുറത്തിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിങ്ങൾ തമിഴിൽ ആരാധന തുടങ്ങുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും സമ്മതിച്ച് ഇവിടെ ഒരു തമിഴ് ആരാധന തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടും അവർ ചെയ്തിരുന്നതാണ്. പിന്നെ അപ്പോഴത്തെ ബിഷപ്പ് കുരുവിള അവരുടെ അടുത്ത് നമ്മളൊരു അച്ഛനെ വേണമെന്ന് ചോദിച്ച് അതിന് സോമനകുമാർ അച്ഛനെ നമുക്ക് ആക്കി തന്ന് ആദ്യമായിട്ടൊരു തമിഴ് അച്ഛനെയും തന്നു. Initially, for conducting Tamil service, the Cathedral Pastorate would send Tamil-knowing catechists for giving sermon in Tamil, and monthly once, the Cathedral Pastorate would send one prebister for communion service. On 15 December 1996, the diocese placed Reverend Shobhan Kumar Daniel, Assistant Vicar to the Cathedral and in charge of Chalapuram Tamil congregation. During the period of Reverend Shobhan Kumar Daniel, the congregation members forwarded one request to the Cathedral Pastorate on 13th of February 2000 for building a new church at the campus. The Cathedral Pastorate sanctioned the project, but unfortunately could not go ahead with the project. In the year 2004, during the period of Reverend Jesudas R. Chandran, the congregation submitted one memorandum to the North Kerala Diocese for a separate pastorate, but the executive committee of the diocese kept the matter pending. During the period of Reverend Jai Singh Chandra, in 2007, the members of the congregation renovated the church with laterite and plastered wall. In 2009, during the period of Reverend N. Nitin Bose, the Cathedral Pastorate Committee recommended to the diocese for forming a new pastorate by joining two churches, CSI Church Chalapuram and CSI Church Mannur, both being outstation churches of the CSI Cathedral Pastorate Kozhikode. The North Kerala Diocese considered the request and discussed in various committees, and finally the diocese declared the new pastorate in the executive committee held on 2nd of October 2009 at the CSI Retreat Center, Goa. From the 1st of January 2010, the name of the pastorate was CSI Chalapuram Mannur Pastorate. The pastorate was dedicated by the Bishop, Right Reverend Dr. K.P. Kuruvilla, Bishop of North Kerala Diocese. By 2010, the congregation members planned to build a new church and parsonage, as well as give a new name to the church instead of CSI Church Chalapuram. The matter was discussed in the general body meeting and resolved. The congregation planned to build a new church in the place of the old mission house and the parsonage behind the existing old church. And the new church was to be named CSI Christ Tamil Church. ചാലപ്പുറം പള്ളി വളരെ പുരാതന ഒരു പള്ളിയാണ്. പക്ഷേ അത് കുറച്ച് കാലങ്ങളായിട്ട് അത് ഒരു ഉപയോഗം ഇല്ലാതെ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് 1995 കാലങ്ങളിൽ ഈ ഒരു തമിഴ് സഭ ഇവിടെ തുടങ്ങണമെന്നുള്ള ഒരു ആശയം വന്നതും
അതിന് ഒരു നല്ലൊരു സഭയായി ഇവിടെ കത്തീഡ്രലിൻ്റെ കീഴിൽ നല്ലൊരു സഭയായി ഇവിടെ തുടങ്ങാനുണ്ടായി. ഒരു തമിഴ് കോൺഗ്രിഗേഷൻ തുടങ്ങാൻ ഒരു സാഹചര്യം വന്നു. ഒരു കഷ്ടിച്ച ഒരു വർഷമാകുമ്പോഴേക്ക് ആണ് നമുക്ക് ഒരു അച്ഛനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ശോഭൻ കുമാർ അച്ഛനെ, അന്നത്തെ തിരുമേനി പി ജി കുരുവിള തിരുമേനിയും അതേമാതിരി ഗോഡ്ഫ്രീ പൂമ അച്ഛനായിരുന്നു അന്ന് കത്തീഡ്രൽ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും പ്രയത്നിച്ച് ഒരു നല്ലൊരു അച്ഛനെ ഞങ്ങൾക്ക് ഇവിടെ തന്നു. ശോഭൻ കുമാർ ഡാനിയൽ എന്ന അച്ഛനെ തന്നു. ആ സമയത്ത് ഇവിടെ ഒരു കാട് പിടിച്ച് വല്ലാതൊരവസ്ഥയിലായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. കാരണം ഒരു സ്കൂൾ ഇവിടെ നടന്നിരുന്നു. 93 ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എങ്കിലും അത് ആ സ്കൂളിലേക്കുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കാട് പിടിച്ച് ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന ശേഷമാണ് ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇവിടെ ഒരു പഴയൊരു പാസനേജ് ഉണ്ടായിരുന്നു. ആ പാസനേജിൽ അച്ഛൻ താമസിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അച്ഛന് താമസിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് കാട് പിടിച്ച് ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എങ്ങനെ താമസിക്കും എന്നുള്ള ഒരു ഭയങ്കരത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു വാച്ച്മാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അച്ഛൻ എന്താക്കി ഒരു ഫുൾ കാടൊക്കെ വെട്ടിത്തെളിച്ച്. എപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വല്ലാതൊരു അന്തരീക്ഷത്തിലുള്ളൊരു സ്ഥലമായിരുന്നത്. കാരണം ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കുറേ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നത് ഈ ക്യാമ്പസ്. കാരണം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കുറേ ഇവിടെ ഡ്രഗ്സും കഞ്ചാവും ഇതെല്ലാം കൂടിയിട്ട് അങ്ങനത്തെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ അച്ഛൻ അതെല്ലാം മാറ്റി കംപ്ലീറ്റ് കാടൊക്കെ വെട്ടിത്തെളിച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വെട്ടിത്തെളിച്ചുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ഇതിനുള്ളിൽ കയറി വരാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അച്ഛനോട് വിരോധിയായി കണ്ടു. വന്നിട്ട് ഒരു ദിവസം രാത്രി ഈ വാച്ച്മാനും അച്ഛനും എല്ലാം കൂടി വീട് കയറി തല്ലി വല്ലാതൊരു സിറ്റുവേഷനിൽ പിന്നെ അതിലൊരു കേസ് വായിക്ക് വിട്ടായി. അങ്ങനെ അതെല്ലാം സോൾവായി. എന്നാലും നല്ല രീതിയിൽ പിന്നെ അച്ഛൻ കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം വന്ന എല്ലാ തമിഴ് അയ്യന്മാരും ഈ പള്ളീനെ വളരെ നല്ല രീതിയിൽ വളർത്തി. ഇപ്പം ഇന്നും നല്ലൊരു ചാലപ്പുറം തമിഴ് സഭ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നല്ലൊരു ഈ ഡയസ് മഹായിടകളിൽ തന്നെ നല്ലൊരു സഭയായി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അതേപോലെ നല്ലൊരു പള്ളിയായി ഉണ്ടാക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രയത്നിച്ച് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെല്ലാം വലിയൊരു സന്തോഷത്തിലാണ് ആ കാര്യം ആയിട്ട് ഇപ്പോൾ ഒരു ആഘോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. For the project of building the church and parsonage, the congregation formed a 12-member building committee under the chairman Reverend N. Nitin Bose and started the collections for the new project. The chairman supported and motivated all the members to collect funds and to travel wide to various parts, and the building committee collected rupees 30 lakhs during that period. In 2013, the building committee appointed architect Messrs. Babu Cherian Associates for the church and parsonage building project with the recommendation of Dr. Carl Vijayan, a leading structural engineer and a member of the Cathedral Pastorate, who guided and helped us for the project. Architect Babu Cherian conducted a detailed presentation of the project to the Bishop, Right Reverend B.N. Fenn, and the office bearers of the diocese at the Shornur Diocesan Office. The bishop and officers were satisfied with the project, and the bishop gave the go-ahead for the project. Thereafter, a plan and estimate of the project was submitted to the North Kerala Diocesan Property Committee. The committee sanctioned the project, and Reverend Mathuni Joseph, the diocesan treasurer and attorney, forwarded the plan with required documents to the Kozhikode Corporation for approval. After a long struggle, on the 5th of October 2018, we obtained approval from the Kozhikode Corporation and Town Planning Committee, and the NOC from the Fire Safety Department and NOC from the Kozhikode District Collector with the consent of the City Police Commissioner and Tahsildar. Earlier in 2016, the Calicut Development Authority and Land Acquisition Department acquired 7.8 cents of land for road widening. Thereafter, the front compound wall was demolished by the PWD for the construction of the road. With the sanction of the Diocesan Administrative Committee, a new compound wall was built with wayside pulpits. The same was dedicated on 28th of August 2016 by the Right Reverend Dr. Royce Manoj Victor, Bishop of Malabar Diocese. The foundation stone for the new church and parsonage was laid by the Right Reverend Dr. Royce Manoj Victor, Bishop of Malabar Diocese, on the 17th of October 2018. The construction work was started on the 2nd of May 2019. 2010 ஆண்டு முதல் நம்
சபையும் சபை மக்களும் மூப்பர்களாக புதிய ஆலயம் கட்டப்பட வேண்டும் தீர்மானித்தோம். அதன் அடிப்படையில் ஒவ்வொரு காலகட்டத்திலும் ஒவ்வொரு கமிட்டி அங்கத்தினர்களாகவும் மக்களாகவும் நாம் அனைவரும் இணைந்து இன்று 2025 பிப்ரவரி 8ஆம் தேதி புதிய ஆலயம் பிரதிஷ்டை செய்ய கடவுள் தந்த கிருபைக்காகவும் இந்த கமிட்டியின் சமயத்தில் நான் செயலாக உள்ள சமயத்தில் இது பிரதிஷ்டை செய்ய கடவுள் தந்த கிருபைக்காக கடவுளுக்கு நன்றி செலுத்துகிறோம். அதே போல் தானே இந்த கமிட்டிக்கு நீங்கள் ஒத்துழைத்து தந்து சபை மக்கள் அனைவருக்கும் இயேசு கிறிஸ்து நாமத்தில் நன்றியையும் வாழ்த்துக்களையும் தெரிவித்துக் கொள்கிறேன். Now that the new church is complete, we are gathered here to be part of this momentous occasion, the dedication of the new church. ஆண்டவருடைய பரிசுத்தமான நாமத்திற்கு மகிமை உண்டாகட்டும். நான் கன்னியாகுமரி பேராயத்தை சார்ந்தவன். திருவனந்தபுரம் ஐக்கிய இறையியல் கல்லூரியில் இறையியல் படிக்கின்ற நாட்களிலே தற்போது மலபார் பேராயத்தில் பேராயராக இருக்கின்ற ரைட் ரெவரண்ட் டாக்டர் ரோய்ஸ் மனோஜ் விக்டர் என்னுடைய பழைய ஏற்பாட்டு ஆசிரியராக இருந்தார். மலபார் பேராயத்திலே டெபுட்டஸனாக தமிழ் திருச்சபையிலே பணியாற்ற வேண்டும் என்கிற அழைப்பு வந்தபோது அதை பாக்கியமாக கருதி 2022ஆம் ஆண்டு மே மாதம் 1ஆம் தேதி முதல் டெபுட்டேஷனாக சிஎஸ்ஐ கிரைஸ்ட் தமிழ் திருச்சபை சாலப்புரம் கேலிக்கட்டிலே கடவுளுடைய பணிவுடை பொறுப்பை ஏற்றுக்கொண்டேன். இங்கு வரும்போது தமிழ்நாட்டின் பல பகுதிகளிலிருந்து இங்கு வந்து தங்கி தங்களுடைய தொழில் நிலைகளை தொடர்ந்து கடவுளை கூடி ஆராதித்து கொண்டிருக்கிற மக்கள் சமூகத்தை கண்டு மகிழ்வடைந்து ஆண்டவருடைய நாமத்தை மகிமைப்படுத்தினேன். இங்கே ஒரு புதிய ஆலயம் கட்டப்பட வேண்டும் என்கின்ற தீர்மானத்தோடு ஆலயம் கட்டப்பட்டு கொண்டிருந்தது. மேற்கூரை பணிவிடைகளிலிருந்து தொடர்ந்து இம்மட்டும் ஆண்டவருடைய ஆலயத்தினுடைய பணி நிறைவு வரை கடந்து வர ஆண்டவர் கிருபை செய்தார். மக்களை ஒருமுகப்படுத்தவும் ஆலயத்திற்குள்ளிருந்தும் வெளியிடங்களிலிருந்தும் ஆலய கட்டுமான பணிவிடைகளுக்கான நன்கொடைகளை காணிக்கைகளை சேர்க்கவும் ஆண்டவர் கிருபை செய்தார். கடவுளுடைய பேரருளால் எளிய முயற்சிகளை கர்த்தர் வாய்க்க பண்ணி பெரிய காரியங்களை நிறைவேற்றினார். இப்போதும் வருகிற தலைமுறைக்கும் ஆசீர்வாதமாக இந்த திருச்சபை அமைய ஆண்டவர் கிருபை செய்கின்றார். தலைமுறையாக ஆண்டவருடைய நாமத்திற்கு மகிமையும் கனமும் உண்டாகட்டும். கர்த்தருடைய கிருபை இம்மட்டும் நம்மோடு தங்கியமைக்காக ஆண்டவருக்கு நன்றி சொல்கிறேன். ஆண்டவருக்கே மகிமை உண்டாகட்டும்.